പാട്രിയറ്റ് മൂവി ട്രെയിലർ. മമ്മൂട്ടി, മോഹൻലാൽ. ആ ഒരു കോംബോ സ്ക്രീനിൽ കാണാൻ വേണ്ടിയില്ല എത്ര കാലമായി. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ടു ബി ഹോണസ്റ്റ് ഒരു ഹൈപ്പ് ഒന്നുമില്ല. ഈ ലാലേട്ടൻ മമ്മൂക്ക ഒപ്പം വരികയാണ്, അതും ഈ വരുന്ന മെയ് 1 റിലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനൊരു പ്രോപ്പർ PR ഒന്നും അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയിട്ടില്ല. പക്ഷെ നല്ലതാ. ഓവർ ഹൈപ്പ് ആയി പോയി കഴിഞ്ഞാൽ പക്ഷെ എന്നാലും അതൊരു ഹൈപ്പ് കൊടുക്കണ്ടേ? വേണ്ട, എങ്ങനെ ഇരുന്നോട്ട്. പണ്ടൊന്നും അഭിനയിച്ചില്ല, ഹരികൃഷ്ണ നരസിംഹം കഴിഞ്ഞൊന്നും അഭിനയിച്ചില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങുകയാണ്. മഹേഷ് നാരായണൻ ഡയറക്ടർ, ആൻഡ്രൂ ജോസഫ് പ്രൊഡ്യൂസർ, പിന്നെ നമ്മുടെ ഫഫയുണ്ട്, ഫഫ, പിന്നെ പിന്നെ നക്ഷത്ര റാണി നയൻതാര, ലേഡി സൂപ്പർ സ്റ്റാർ. അതെ, കറക്റ്റ് 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ട്രെയിലർ. നമ്മള് ട്രെയിലർ കാണാണ്. അപ്പോ നമ്മുടെ അഭിപ്രായം തന്നെയാണ് നിങ്ങളത് എന്നുള്ള നോക്കാലോ. ട്രെയിലർ കണ്ടിട്ട് ഈ അധികം അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടോ, കുറച്ച് പറഞ്ഞാൽ മതി. നയൻതാര അല്ല ഡബ് ചെയ്ത ലെന. என்னோட டர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர் ரேவதி எப்படி சில்லின் கேஸுக்கு யூஸ் பண்றது சில்லியாமதம்தான். The next revolutionary solutions. സമാജ് സേവ, the social evaluator. കോർപ്പറേറ്റ് റോളിലാണ് ചെങ്ങായി. അതായത് ഫഹദ് ഫാസിലിന്റെ ഒരു കോർപ്പറേറ്റ് റോള് പ്ലസ് രേവതി പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് തോന്നുന്നു എന്തോ ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ട്, കോർപ്പറേറ്റ് ആപ്പ് ബിൽഡ് ചെയ്ത സ്പൈ ആപ്പിന്റെ സാധനമാണോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇവക്ക് പിന്നെ ഇതൊന്നും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തിയേറ്റർ പോയാൽ തന്നെ പടം കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത ടീമാണ്. ഇവിടൊക്കെ പിടിച്ചിരുത്താൻ ഒരു ഗതികേട്. വണ്ടിയിലായതുകൊണ്ട് ഇരുത്തിയതാണ്. അതെ അതെ, എന്നാ ഉണ്ടായിരുന്നു അധികം പറയണ്ട, എയർ പോവും. ശരി, മമ്മൂക്ക വ്ളോഗർ കേട്ടോ. അപ്പൊ നമ്മളാളാ ബ്രൂറാട്ടയാണോ? ഞാൻ പറഞ്ഞ സ്പൈ ആപ്പിന്റെ പരിപാടിയാണ്. അതാണ് കണ്ടോ, മൈക്രോവേവിന്റെ അടുത്ത് ഫോൺ എടുത്ത് വെച്ചിരിക്കുക. അതന്നെ പരിപാടി. അതായത് സ്പൈ ആപ്പ്, അതായത് അവര് എന്തെങ്കിലും നാഷണൽ പരിപാടിക്ക് വേണ്ടി എടുത്ത, അല്ലെങ്കിൽ സ്പൈ വർക്കിന് വേണ്ടി എടുത്ത ഒരു ആപ്പ് ആളുകളുടെ ഇടയ്ക്ക് എന്തായി, സിവിലിയൻസിന്റെ ഇതിന് വേണ്ടിയിട്ട് ഈ സാധനം ഏതൊരു കോർപ്പറേറ്റ് കമ്പനി ലീക്കാക്കി വിട്ടിട്ടുണ്ട്, ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും. കുഴപ്പമില്ലല്ലേ വിഷ്വൽസ് ഒക്കെ? അതങ്ങനെയാണ് വേണ്ടത്, ഇന്റർനാഷണൽ സെറ്റപ്പ്. ഓ ചെങ്ങായി മമ്മൂക്കട്ടോ മെയിൻ. ഡാനിയൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. ഇത്ര നേരായിട്ട് ലാലേട്ടൻ വന്നിട്ടില്ല. എവിടെ മോഹൻലാൽ? ഇത് ലാലേട്ടൻ മമ്മൂക്ക ഒപ്പം എന്ന് പറയാൻ പറ്റും തോന്നുന്നില്ല. ഇത് മമ്മൂട്ടി പടത്തിൽ ലാലേട്ടന്റെ ക്യാമിയോ എന്നാ തോന്നുന്നത്. മോഹൻലാലിന്റെ പടത്തിൽ മമ്മൂട്ടി വന്നാൽ മതി. ഇത് ക്യാമിയോ ലാലേട്ടനാണ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലാതെ ക്യാമിയോന്റെ അപ്പുറത്തേക്ക് ലാലേട്ടനാണല്ലോ ഏറ്റവും വലുത്, വലിയ ആള്. അതെ അതെ, ശരി. ജിയോ മച്ചാൻ എംഫോടെക് വ്ലോഗിന്റെ അതാണ് ആ സിറ്റുവേഷൻ. അതാണ് അതായത് ഒരു വ്ളോഗർ ആണല്ലോ ഇയാള്. അപ്പൊ പെട്ടെന്ന് അല്ല, വ്ളോഗറിനെ കണ്ടപ്പോ വേറൊരു വ്ളോഗർ ചിലപ്പോ വീഡിയോ എടുത്തായിരിക്കാം. എന്തെങ്കിലും സിറ്റുവേഷൻ ആയി, സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റൂ. ഇതെന്തോ പിന്നാലെ പോയതോ തോന്നുന്നുണ്ട്. മമ്മൂട്ടിന്റെ ക്യാരക്ടർ ഇതൊരു നാഷണൽ സെക്യൂരിറ്റിന്റെ ത്രെട്ട് ആണല്ലോ. അല്ല, ഈ ഫഹദ് ഫാസിന് ഇപ്പൊ അതിന്റെ ബിസിനസ് അതല്ലേ പറഞ്ഞത്. അതല്ലേ പറഞ്ഞ കോർപ്പറേറ്റ്. അപ്പൊ ഇവര് നാട്ടുകാർക്ക് ലീക്കാക്കി കൊടുത്തിട്ടുണ്ടാവില്ല, നാട്ടുകാരുടെ ഡീറ്റെയിൽസ് എടുത്തതാണ്. നാട്ടുകാരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും വേറെ കമ്പനിയായിട്ട് എന്തെങ്കിലും. ഈ പാറുണ്ടോ രണ്ടാളെ കൂടി ഒരു സീനിൽ കാണുമ്പോ
പക്ഷെ എന്താ അറിയോ, നന്നായി മഹേഷ് നാരായണൻ സെറ്റ് ചെയ്ത് ഈ ഒരു സാധനത്തിനകത്ത് രണ്ടുപേർക്ക് ആ ഏജ് ഫീൽ ആവും. മറ്റേത് രണ്ടാളെയും ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒക്കെ വെച്ച് കുറെ സോഫ്റ്റ് ചെയ്ത് ചെറുപ്പാക്കി കാണിച്ചില്ലല്ലോ. ഇവര് ചെറുപ്പം കാണിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഈ ഒരു ഏജ് ഓക്കെയാണ്. ഇതിനെ പിന്നെ അങ്ങോട്ട് ചെറുതാക്കുമ്പോഴാണ് ആകെ ഭയങ്കര വൃത്തിയോടാവുക. മറ്റേ സാധനം പോസ്റ്റർ വന്നു. രണ്ടുപേരും ഒരു അടി. ട്രോള് വീഴും തോന്നുന്നുണ്ട്. ബാബുജി മോഹൻലാൽ രേവതി മെയ് 1 ഒരു ഹൈപ്പില്ല സത്യം പറഞ്ഞാൽ. ഒട്ടും ഹൈപ്പില്ല. ഇന്ന് 6 മണിക്ക് പെട്ടെന്ന് മോഹൻലാലിനെ ഫോളോ ചെയ്യുന്നുണ്ട്. മോഹൻലാൽ മമ്മൂട്ടിയാണ് അറിഞ്ഞിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് മൂവി റിവ്യൂ പരിപാടിയൊക്കെ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. അല്ലാത്തവരൊന്നും അങ്ങനെ കാര്യമായിട്ട് മമ്മൂട്ടിയും മോഹൻലാൽ കൊളാബിട്ടുണ്ട് അത് ഏത് രീതിക്ക് കത്തുന്നുള്ളത് നോക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നോക്കി. പക്ഷെ അത് ആദ്യം മുതലില്ല, ജസ്റ്റ് റീൽസ് മാത്രമേ ഉള്ളൂ, അവരുടെ പോർഷൻ മാത്രം. യൂട്യൂബിലാണ് ഫുള്ളുള്ളത്. എനിക്ക് മൊത്തത്തിൽ കണ്ടിട്ട് ഒരു സ്പൈ പരിപാടി കൊള്ളാം അല്ലേ. എനിക്കിഷ്ടമായി. ഒന്നാമത് എനിക്ക് അതിന്റെ കളർ ടോൺ ഇഷ്ടമായി. ഇതിന് മുന്നേ വന്നിരുന്ന ടീസറിന് ഇത്ര ഒരു സ്പീഡ് ഉണ്ടായിരുന്നില്ല, ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. ഫ്ലോ ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര കോൾഡ് സാധനമായിരുന്നു, തണുത്തുറഞ്ഞ പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. ഇതിനൊരു ഫയർ ഉണ്ട്, ഇതിനകത്തൊരു നറേറ്റീവ് ഉണ്ട്, ഒരു സാധനം കിട്ടി നമുക്ക്. കാണുന്ന നമുക്ക് തന്നെ ട്രെയിലർ കാണുമ്പോൾ പടം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡായി. ഇത്രയും ദിവസം ഞാൻ പറയാലോ, എനിക്ക് ഈ പടം വരുന്ന നമുക്ക് ഒപ്പുണ്ട്, മൊത്തത്തിൽ അങ്ങനെയായിരുന്നു ഉള്ളോണ്ട് കാണാന്നുള്ള രീതിക്കാണെങ്കിൽ ഇപ്പൊ അത് മാറിയൊരു ക്യൂരിയോസിറ്റി ബിൽഡായി. അതായത് നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണോ സ്റ്റോറി ലൈൻ, ഇതെങ്ങനെയായിരിക്കും, നമുക്ക് ആ ഒരു സാധനം ബിൽഡായല്ലോ. എനിക്ക് ആ സാധനം ബിൽഡായിട്ടുണ്ട്. ലാലേട്ടൻ ആ ക്യാരക്ടർ എപ്പോഴാണ് വരിക, വന്നു കഴിഞ്ഞ എന്തൊക്കെ, ഇത് മൊത്തം ഒരു ആ ഫ്രെയിം ആലോചിച്ച് നോക്ക്. മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ. നീ ക്യാമിയോസ് ഉണ്ടാവോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്യാമിയോസ് ഉണ്ടായാലും ഉണ്ടാവും. എന്താണെങ്കിലും പിന്നെ മറ്റേ ഇനി ഇങ്ങനെ ഉണ്ടാവോ സിനിമയില്, സൗത്തിൽ ഇങ്ങനെ നോർത്തിൽ ഇങ്ങനെ, സൗത്ത് കേരള നോർത്ത് കേരള? ഓ അതല്ലല്ലോ അവരൊക്കെ, ഞാൻ പറയാൻ പറഞ്ഞ 2020 ആയിരുന്നു ആ സിനിമ, നമ്മള് പറഞ്ഞല്ലോ. ഫാൻ ഫൈറ്റ് തുടങ്ങും, അതെന്തായാലും തുടങ്ങും. ലാലേട്ടൻ എന്തിനാണ് സൺറൂഫിൽ വെച്ചത്, മമ്മൂക്കൻ എന്തിനാ സൈഡിൽ മറ്റേ ഡോറിന്റെ മുകളിൽ ചാരി. മമ്മൂട്ടിക്ക് ട്രോൾ കിട്ടി അറിയില്ലേ, മമ്മൂട്ടി ഫുള്ള് ട്യൂപ്പാണ് ഇതിന്റെ സ്റ്റണ്ട്. അല്ല ആ പോസ്റ്റർ. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, മൂപ്പർക്ക് ഈ ഏജിൽ മൂപ്പർ ഇത്രയും ചെയ്യുന്നുണ്ട്. ട്യൂപ്പ് വെച്ച് ചെയ്താൽ എന്താ, മൂപ്പര് ഈ ഏജിൽ മൂപ്പര് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ല അങ്ങനെ ട്രോളിയിട്ടാണ്, അത് മോഹൻലാൽ ഫാൻസ് ചെയ്യണതാണ്. പുറത്ത് മോഹൻലാൽ തിരിച്ചു കൊടുക്കും. കുറെ ഉണ്ടല്ലോ ലാലേട്ടന് ഫാൻസ് ആയിട്ട്, അപ്പൊ പിന്നെ അതൊക്കെ ഉണ്ടാവും. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓ ഈ ക്യാമറ ഓഫ് ആക്കിയപ്പോൾ പറയും നമുക്ക് അത്രയും ദേഷ്യമാണ്. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ലാലേട്ടനോട് ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ്, അതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയാന്നല്ല. പിന്നെ കുബോനെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ കോമ്പോ കാണാനാണ് പോണത്. ലാലേട്ടൻ. ഓക്കെ ഗൈസ്, ബൈ, പോട്ടെ.